ഏറ്റവും വലിയ ഡിമാൻഡാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ഓരോ തിയേറ്ററുകാരും ഡിമാൻഡ് ചെയ്യുന്നത്. അത് അവരുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് അറിയാവുന്നതുമാണ്. അത്ര വലിയ പോസ്റ്റുകളും അത്ര വലിയ കാര്യങ്ങളുമൊക്കെയാണ് അവർ പങ്കുവെക്കുന്നതും. അതിന്റെ ഒരു ക്രേസ്നെസ് കാണാൻ വേണ്ടി പ്രേക്ഷകരിലേക്ക് എത്തിയാൽ ആരാധകർക്ക് അതിലും വലിയ ഡിമാൻഡാണ് ലഭിക്കുന്നത് എന്ന് നമ്മൾ നേരത്തെ തന്നെ വാർത്തകളിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. ഫാൻ ഷോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ടിക്കറ്റുകളൊക്കെ വിറ്റഴിഞ്ഞു എന്ന ഡിമാൻഡ് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. കേരളത്തിൽ ഇനി വലിയ പ്രൊമോഷനുകൾ ഒന്നുമില്ലെങ്കിലും എമ്പുരാൻ എന്ന സിനിമയ്ക്ക് കിട്ടുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. ലൂസിഫർ എന്ന ചിത്രം നൽകിയ വിജയം എമ്പുരാനെ തുണയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അവർ കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് എമ്പുരാൻ, ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിൽ തന്നെ. എന്നാൽ ഈ ചിത്രം ഒരു പാൻ ഇന്ത്യൻ ചിത്രമാണ്. പല ഭാഷകളിലും ഈ ചിത്രം എത്തുന്നുണ്ട്. അപ്പം അവിടെയുള്ള സ്ഥലങ്ങളിൽ എത്താൻ അതുപോലുള്ള പ്രൊമോഷനുകൾ വേണമല്ലോ. അതിന് തുടക്കം കുറിച്ചിരിക്കുന്നത് ബോളിവുഡിൽ നിന്ന് തന്നെയാണ് എന്ന് പറയേണ്ടതുണ്ട്. മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ പ്രൊമോഷന്റെ ഭാഗമായി അഭിമുഖങ്ങൾ കൊടുത്തു തുടങ്ങി. എന്നാൽ ഇതൊന്നും പോരാ എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് നമുക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. പൃഥ്വിരാജ് പറയുന്നുണ്ട്, ടീസർ ലോഞ്ചിലേക്ക് പ്രഭാസ്, ഷാറുഖ് ഖാൻ, യശ്, രാജമൗലി, പ്രശാന്ത് നീൽ, ലോകേഷ് തുടങ്ങിയവർ ടീസർ ലോഞ്ചിനെ കുറിച്ച് തന്നോട് പറഞ്ഞു. പക്ഷേ ഈ ചടങ്ങിൽ മറ്റ് സംസ്ഥാന നടന്മാരോ സംവിധായകരോ ആവശ്യമില്ല എന്ന് അദ്ദേഹം കരുതുന്നു എന്ന രീതിയിൽ. ഇതൊക്കെ പറയുമ്പോഴും ഈ നടന്മാരെ കൂടി എത്തിയാലേ ആ മേഖലകളിൽ എമ്പുരാൻ എന്ന സിനിമ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. എന്നാൽ അതിനൊരു തെളിവ് കൂടി കിട്ടിയിരിക്കുന്നു എന്നതാണ് ഈ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ഇതൊരു റിക്വസ്റ്റ് ആണ്. മോഹൻലാലിനോടും ആശീർവാദ് സിനിമാസിനോടും ആന്റണി പെരുമ്പാവൂരിനോടും പൃഥ്വിരാജിനോടും ഒക്കെ ഒരു റിക്വസ്റ്റ് എന്ന രീതിയിലാണ് ഇത് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം സാക്ഷാൽ തെലുങ്ക് സൂപ്പർ താരം പ്രഭാസ് എമ്പുരാന്റെ ടീസർ കാണുകയുണ്ടായി. എമ്പുരാന്റെ ടീസറിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പ്രഭാസിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് എത്തിയത്. തന്റെ സോഷ്യൽ മീഡിയ സ്റ്റോറിയിലാണ് പ്രഭാസ് എമ്പുരാന്റെ സിനിമയുടെ ടീസറിനെ അഭിനന്ദിച്ചുകൊണ്ട് എത്തിയത്. വേൾഡ് ക്ലാസ് എന്നാണ് പ്രഭാസ് ടീസറിന് നൽകിയിരിക്കുന്ന വിശേഷണം. L2E എമ്പുരാൻ എന്നീ ഹാഷ്ടാഗുകളും അദ്ദേഹം നൽകിയിരിക്കുന്നു. ഈ ഒരു പോസ്റ്റ് കൊണ്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പല ഇമ്പാക്റ്റുകളും ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. അതിഗംഭീരമായി എടുത്തു വച്ചിരിക്കുന്നു. സംവിധാനം ചെയ്തത് എന്റെ സ്വന്തം വരദ എന്നീ കാര്യങ്ങൾ പ്രഭാസ് ആവർത്തിക്കുന്നുണ്ട്. പൃഥ്വിരാജ് എന്തായാലും തെലുങ്ക് സിനിമയിൽ ഇപ്പോൾ ഫേമസ് ആണ്, സലാർ എന്ന ചിത്രം കൊണ്ട് തന്നെ. എന്നാൽ അതൊന്നും പോരാ, അവിടുത്തെ ഒരു സൂപ്പർ താരം തന്നെ വേണം ചില കാര്യങ്ങളിൽ മുൻകൈ എടുക്കാൻ എന്ന് തെളിയിക്കുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിച്ചതും അതിന്റെ ഒരു വ്യാപ്തി വ്യക്തമാക്കുന്നതും നമ്മൾ കാണുകയുണ്ടായി. കണ്ടത് എവിടെയുമല്ല, എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ടീസറിന്റെ താഴെ കമന്റ് ബോക്സുകളിലായിരുന്നു. പ്രഭാസ് എമ്പുരാനെ കുറിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. അതിനുശേഷം ഒരു കൂട്ടം പ്രഭാസ് ആരാധകർ അങ്ങോട്ടേക്ക് ഇടിച്ചു കയറിയായിരുന്നു. എനിക്ക് ഈ ചിത്രത്തിന്റെ ലാംഗ്വേജ് എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷേ പ്രഭാസ് പറഞ്ഞതുകൊണ്ട് ഞാൻ കാണാനെത്തി. വേൾഡ് ക്ലാസ് ടീസർ പ്രഭാസ് അണ്ണൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ എത്തിയതെന്നും അതുകൊണ്ട് തന്നെ കണ്ടപ്പോൾ വേൾഡ് ക്ലാസ് എന്ന് മനസ്സിലായെന്നും അതുകൊണ്ട് ലവ് യു പ്രഭാസ് അണ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രഭാസ് ആരാധകർ ഇവിടെ എത്തിയത്. അതുകൂടാതെ താങ്ക് യു പ്രഭാസ് സാർ എന്ന് പറഞ്ഞുകൊണ്ട് എത്തി. ഞങ്ങൾ FTFS ലോക്ക് ചെയ്തു എന്നും അവർ പറയുകയാണ്. കൂടാതെ അവർ ചോദിക്കുന്നുണ്ട് പ്രഭാസിന്റെ സ്റ്റോറി കണ്ട് ആരൊക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് എന്ന്. പിന്നെ ഒരു ലോഡ് പ്രഭാസുമായി ബന്ധപ്പെട്ട കമന്റുകളാണ് എമ്പുരാന്റെ ടീസറിന് താഴെ വന്നിരിക്കുന്നതും. എത്രയോ ആൾക്കാർ പ്രഭാസിന്റെ ആ സ്റ്റോറി കണ്ട് എമ്പുരാൻ എന്ന ടീസർ കാണാനെത്തി. ഈ ഒരു ഇമ്പാക്ട് എമ്പുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ മനസ്സിലാക്കണം. ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും മോഹൻലാലും ഒക്കെ മനസ്സിലാക്കണം. ഇതുപോലുള്ള താരങ്ങളിലേക്ക് ചിത്രത്തിന്റെ ടീസറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്തിയാൽ അവരുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് കൊണ്ട് എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നത് ഇവിടെ മനസ്സിലായി. ഇതുപോലെ നോർത്തിലും ഷാറുഖ് ഖാനെ പോലെയോ സൽമാൻ ഖാനെ പോലെയുള്ളവരുടെ എടുത്തും എത്തണം, കന്നഡയിലും എത്തണം, തമിഴിലും എത്തണം. ഇപ്പോഴത്തെ തെലുങ്കിൽ പ്രഭാസ് പോസ്റ്റ് ചെയ്തു. അങ്ങനെ പ്രമുഖ താരങ്ങളൊക്കെ ഇത് ഏറ്റെടുത്താലേ ഈ പറയുന്ന പാൻ ഇന്ത്യൻ സഫലമാകുകയുള്ളൂ. ഇങ്ങനെയുള്ള സിനിമകളാണ് ഇന്ത്യൻ സിനിമയിൽ വേണ്ടത് എന്ന് തെലുങ്കിൽ നിന്നുള്ള പ്രേക്ഷകർ പറയുകയാണ്. ഡാർലിംഗിന്റെ സ്റ്റോറി കണ്ടാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ പ്രഭാസിന്റെ ഒരു ക്യാമിയോ ഇമാജിൻ ചെയ്യൂ എന്നൊക്കെ പ്രേക്ഷകർ പറയുന്നുണ്ട്. അവരുടെ ഒരു ആവേശം ആ ലെവലിലേക്ക് പോയിട്ടുണ്ട്. നമ്മളിവിടെ ആവേശം കാണിക്കുന്നതിനപ്പുറമാണ് അവരുടെ ആവേശം എത്തി നിൽക്കുന്നത്. പക്ഷേ പ്രഭാസിന്റെ ഒരു സ്റ്റോറി കണ്ട് ഇവിടെ എത്തിയവർക്ക് ടീസർ ഇഷ്ടമായി എന്നതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. അപ്പോൾ ഈ രീതിയിലാണ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. 2 മാസം എന്തായാലും ഉണ്ട്. മാക്സിമം പല സൂപ്പർ സ്റ്റാറുകളിലേക്കും ടീസർ എത്തിക്കുക. ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ പോലും വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കാണിച്ചു തരികയാണ്. ഇത് മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഒക്കെ അറിഞ്ഞാൽ കൊള്ളാം.